ഇന്നത്തെ പരിപാടി എന്താണെന്നറിയോ? നല്ല മഴയല്ലേ, ഇച്ചിരി കഞ്ഞി കുടിക്കാന്ന് വെച്ചു. നല്ല ഒരു തേങ്ങാ ചമ്മന്തി അരച്ചിട്ട് നമുക്ക് ഇച്ചിരി കഞ്ഞി കുടിക്കാം. അതിന് നല്ല ഒരു തേങ്ങാ ചമ്മന്തി അരയ്ക്കുമോ ഇന്ന്. അപ്പം നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ചു തരുക. നോക്കിയേ, എടുത്തു വെച്ചേക്കുന്നത് എന്നാ എല്ലാവരും ഉണ്ടാക്കുന്നതായിരിക്കും. ഇന്ന് ഞാൻ ഉണ്ടാക്കിയപ്പോൾ നിങ്ങളെയും കൂടെ കാണിക്കുവാണേ. ഇതാ വറ്റൽമുളക്, ഇതൊന്ന് ചൂടണം. കുറച്ച് കറിവേപ്പില, ഒരു കഷ്ണം ഇഞ്ചി, കുറച്ച് വാളംപുളി, കുറച്ച് ചെറിയുള്ളി, ഇതാ കുറച്ച് ഉപ്പ്, അരമുറി തേങ്ങ. അപ്പം ഞാനിതെപ്പോഴും പൊതിച്ചോറിനുണ്ടാക്കി കൊടുക്കുവേ. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. പൊതിച്ചോറ് ഉണ്ടാക്കുമ്പം ഈ ഒരു ചമ്മന്തി ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയോ. ഇതെങ്ങനെയാണ് ഉണ്ടാക്കി നോക്കാം, വായോ. ആദ്യം തന്നെ നമുക്ക് വറ്റൽമുളക് ഒന്ന് ചൂടണം. അമ്മിക്കല്ല് വെച്ച് അരയ്ക്കുകയാണ് ഏറ്റവും രുചി. ഇനി അമ്മിക്കല്ല് ഉപയോഗിക്കാത്തൊരു മിക്സിയുടെ ജാറിലിട്ട് അരച്ചോ. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ചമ്മന്തിയൊക്കെ കോരി എടുത്ത് കഴിഞ്ഞിട്ട് ഇച്ചിരി ചോറൊക്കെ കല്ലേലിട്ടൊന്ന് കഴിക്കുന്ന ഒരു സുഖം ഇല്ലേ? കഴിച്ചിട്ടുള്ളവർക്കാണെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് അറിയാം. എന്തായാലും ഞാനിന്ന് അരച്ചെടുത്തുണ്ട് കേട്ടോ. മഴക്കാലമൊക്കെ ആയപ്പോഴാണ് നമ്മൾ ചമ്മന്തികൾ കൂടുതൽ ഉണ്ടാക്കാൻ തുടങ്ങിയത്. ഞാനിപ്പോൾ കുറച്ച് ചമ്മന്തികളൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇനിയും കുറച്ച് ചമ്മന്തികളൂടെ നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും. ഇപ്പം ഞാൻ അമ്മിക്കല്ലെ വെച്ച് അരച്ച് ഉരുട്ടി എടുത്തുകൊണ്ട് വന്ന ചമ്മന്തിയാണ്. ഇതിൻ്റെ കൂടെ ഏറ്റവും കോമ്പിനേഷൻ എന്നാണെന്നറിയോ? ഇതാ നോക്കിയേ, കഞ്ഞി. ഇത് ഈ ചമ്മന്തിക്ക് ഏറ്റവും കോമ്പിനേഷൻ എങ്ങനെയാണെന്നറിയോ? ഞങ്ങൾ നല്ല മഴ പിടിക്കുമ്പം പയറും കഞ്ഞിയും കൂടെ, അതായത് പയറും അരിയും കൂടെ ഒന്നിച്ചിട്ടിട്ട് കഞ്ഞി വെച്ച് ചമ്മന്തി അരച്ച് കുടിക്കും. എൻ്റെ ലീലേച്ചിയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഭക്ഷണമാണ് നല്ല മഴ പിടിച്ച് കഴിയുമ്പോൾ. അപ്പോൾ ഇന്നും നല്ല മഴയാണ്. ഞങ്ങൾ താണ്ടത് കഞ്ഞി ഉണ്ടാക്കി, അതിൻ്റെ കൂടത്തെ ഒരു ചമ്മന്തി, അത് നിങ്ങളെ കാണിച്ചു തന്നാണ്. എന്തായാലും കുറച്ചെടുത്തിട്ട് കഴിച്ച് കാണിച്ചിടാം. എരിവൊക്കെ നിങ്ങളുടെ പാകത്തിന് വേണം എടുക്കാനേ. വേറെ ഒരു കറിയുടെ ആവശ്യമില്ല. ഒരു പപ്പടമോ അങ്ങനെ ഒന്നും വേണ്ട. എനിക്കാണെങ്കിൽ ഒരു മീൻ പോലും വേണ്ട ഇത് കഴിക്കാൻ. ഇത് ഭയങ്കര ടേസ്റ്റാണ്. ഇത് കണ്ടോ, ഈ കഞ്ഞിയൊക്കെ ഉണ്ടല്ലോ, പിള്ളേർക്ക് വരെയും ഭയങ്കര ഇഷ്ടമാവേ. നോക്കി കണ്ടോ എങ്ങനെയുണ്ട് കഞ്ഞി. എന്നാൽ ഇച്ചിരി ഒരു വായും കൂടെ തിന്നോ. വാ, ചൂടോടെ കഞ്ഞി ഇങ്ങനെ വാരി കൊടുക്കണം. അവന്മാർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഈ ചമ്മന്തിയാണ് ഭയങ്കര ഇഷ്ടം കേട്ടോ. നോക്കിയേ, നിങ്ങളൊക്കെ കഴിച്ചിട്ടുള്ളതായിരിക്കും. പക്ഷേ നല്ല ചൂട് കഞ്ഞി വേണം കേട്ടോ. എന്നിട്ട് പുതിയൊരു വീഡിയോ ഇട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.